ആയത്ത് വളരെ കുറവാണ്. നോമ്പിൻ്റെ ആയത്ത് വളരെ കുറവാണ്. ഹജ്ജിൻ്റെ ആയത്ത് വളരെ കുറവാണ്. നാളെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ചക്ക് വേണ്ടി ഖുർആനിലുള്ളത് ഒരായത്താണ്. ആക്കി യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രിൽ. ഒറ്റായത്ത്. എന്നാൽ പ്രകൃതി, വനം, വൃക്ഷങ്ങൾ, താരകങ്ങൾ, ആകാശ നക്ഷത്ര പിടാരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മാമലകൾ, ഷഡ്പടങ്ങൾ, തേനീച്ച, ഉറുമ്പിൻ കൂട്ടം, എന്തൊക്കെയാ, പൊടിക്കാറ്റ്, മരുഭൂമി, ഇതൊക്കെയാ. ഇതെല്ലാം വിശദീകരിക്കണമെങ്കിൽ സാഹിത്യം നല്ല ഒരു മാധ്യമം. പക്ഷേ അതൊരിക്കലും നമ്മളെ കയ്യിൽ കിട്ടിയില്ല. ഈ കിട്ടിയാലുള്ള പ്രശ്നം എന്താ? ഒരു വിവരമുള്ളവൻ നമ്മളെ ഒരു സാഹിത്യ ലേഖനം വായിച്ചാൽ 2 വരി വായിച്ചാൽ അവിടെ വെക്കും. എന്തുകൊണ്ട്? അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ കഴിയാത്ത കൂട്ടരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മള് വിവരമുള്ള ആളുകൾ ഒന്ന് വായിക്കണമെങ്കിൽ അതിന്റെ ഗ്രാമർ യോജിക്കണം, അതിന്റെ ഭാഷ ശുദ്ധമായിരിക്കണം. നമ്മളെ കയ്യിൽ വിഷയമുണ്ട്, ആശയമുണ്ട്, പക്ഷെ ഭാഷ ഇല്ല. ഭാഷയുള്ളവർക്കോ ആശയമില്ല. ഞാൻ ഇന്നൊരു പുസ്തകം വായിക്കാൻ എടുത്തിട്ട് 2 വരി വായിച്ചപ്പോഴത്തേന് മനസ്സ് മടുത്തു. എന്തുകൊണ്ട്? താന്ന് എഴുതേണ്ട സ്ഥലത്ത് താന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ താന്ന് എഴുതേണ്ടടുത്ത് താന്ന് എഴുതും, ചിലപ്പോൾ താന്ന് എഴുതേണ്ടടുത്ത് താന്ന് എഴുതും. അതോടുകൂടെ അത് എഴുതിയവൻ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ പ്രൂഫ് റീഡറുടെ കുഴപ്പമായിരിക്കും, പക്ഷെ ആ പുസ്തകം വായിക്കാൻ പിന്നെ കഴിയില്ല. ഭാഷയുള്ളവന് ആശയമില്ല, ആശയമുള്ളവനോ ഭാഷയില്ല. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന് ഏറ്റവും വലിയ ഭാഷയും നൽകി, ഏറ്റവും വലിയ ആശയവും നൽകി. രണ്ടും ആശയത്തെ കൊണ്ട് ഭാഷയെ ഇങ്ങോട്ട് പൊതിഞ്ഞ് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മനോഹരമായി. പുണ്യ മുഹമ്മദ് നല്ല വിഷയമൊക്കെ പറയും, പക്ഷേ കുറെ ബെറ്റിലൊക്കെ തിന്നിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഒൽപ്പിച്ചിട്ട് നമ്മളെ മലപ്പുറത്തെ ഭാഷയിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ പ്രവാചകനാകാൻ മുത്തുനബി കഴിയൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ മുഹമ്മദ് മുസ്തഫ ഒരു തീസീസ് എഴുതേണ്ട കാര്യം ഇത്ര പറയും: അസ്സിന യൂരിസുൽ ഫഖർ, വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ പോലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ബേസ് ഹദീസ. അസ്സിന യൂരിസുൽ ഫഖർ, വ്യഭിചാരമുണ്ടോ ദാരിദ്ര്യമുണ്ടാകും. പുണ്യ റസൂൽ. മനുഷ്യന് ദാരിദ്ര്യം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. വ്യഭിചാരം കൊണ്ട് നരകം കിട്ടുമെന്ന് പറഞ്ഞാലും അത് അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് മനുഷ്യൻ ധരിക്കും. ഭയങ്കര വിളവാ നബി കാണിക്കുന്നു, ഭയങ്കര വിളവാ. പക്ഷേ ഇപ്പോൾ പൈസ ഇല്ലാതാവെന്ന് പറഞ്ഞാൽ സഹിക്കാൻ മനുഷ്യന് കഴിയൂല. മറ്റത് അവിടെയല്ലേ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി അതും ഉണ്ടാവും എന്ന് അങ്ങനെ ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഭയങ്കര വാക്കല്ലേ അസ്സിനായൂരിസുൽ ഫഖർ. ഇത്രയുള്ളൂ. പുണ്യ മുഹമ്മദ് മുസ്തഫ നോക്കി, എന്തൊരു ഭാഷയാ, എന്തൊരു മനോഹരമായ ഭാഷയാ. പിന്നെ ഇനി ആയത്തിന്റെ ശൈലി തന്നെ നിങ്ങൾ കണ്ടില്ലേ? മക്കൾക്കാർക്ക് മുന്നിൽ കടിച്ചാ പൊട്ടാത്ത ആയത്ത്. കാരണം അവർ ഭയങ്കര അഹങ്കാരികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ ഞങ്ങളാണെന്ന, എല്ലാ വലിയ സാഹിത്യമെന്ന മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ സോപാനത്തിലെ ചക്രവർത്തികൾ ഞങ്ങളാണെന്ന അഹങ്കാര നാട്യത്തിലുള്ളവർക്ക് മുന്നിലുള്ള ആയത്തിൻ്റെ ശൈലിയല്ല മദീന കർഷകരുടെ മുന്നിലെ ആയത്തിൻ്റെ ശൈലി. ഓതിത്തരാം. بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة
الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام الحاقة ما الحاقة سخرها عليهم فأما عاد فأهلكوا بريح صرصر عاتية ശബ്ദത്തെ കൊണ്ടുവന്നിട്ട് പദസൃഷ്ടിപ്പ പദമല്ല സൊർസൊർന്ന സ്വർ ചീറിയടിച്ച കാറ്റ സ്വർ പ്ലസ് സൊറ അതാ സൊർസൊർ. നിങ്ങൾ ചിന്തിക്ക്, കാറ്റ് നിർബാധം വരിക, അപ്പോൾ നിർത്താത്ത കാറ്റ, കുളിരും കൊണ്ടുവരുന്ന അതിശക്തമായ ശൈത്യമുള്ള കാറ്റ. ആ കാറ്റിനെ ശബ്ദം കൊണ്ട് പദത്തെ സൃഷ്ടിച്ചിരിക്കുക. സത്യത്തിൽ സൊർസൊർ എന്നത് ചീറിയടിക്കുന്ന കാറ്റിൻ്റെ സ്വരാണ്, സ്വരത്തെ ഭാഷയാക്കിയതാണ്. എന്നാലോ ഇനി ആ മദീനത്തെ ആയത്ത് പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പാവങ്ങളാ, ഈത്തപ്പനക്ക് പണിയെടുക്കും, പിന്നെയോ മദീന അങ്ങാടിയിൽ ചെരുപ്പ് കൊത്തും, വെള്ളം കോരും, ജൂത വീട്ടിൽ പണിയെടുക്കും. വലിയ സാഹിത്യത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമെണ്ണം അവർക്ക് ഇല്ല. ഏകദേശ പാവം. അവർക്ക് ഭാഷ അങ്ങോട്ട് കൊടുത്തു, അതിൻ്റെ മനോഹരമായ ആശയോ. നോക്കൂ നിങ്ങൾ, മാധ്യമങ്ങളെ പ്രദേശത്തിൻ്റെയും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാധ്യമങ്ങളെ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യത്യാസപ്പെടുത്തിയതായി വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്തെ പ്രബോധകനെ ഇതറിയുക എന്നത് നിർബന്ധമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളെ കുട്ടികളെ ഇതൊക്കെ മോശമായി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് അധ്യാപകന് പറയാൻ അവകാശമില്ല. എന്തുകൊണ്ട്? അധ്യാപകൻ യഥാർത്ഥ അധ്യാപകനായാൽ കുട്ടി പറഞ്ഞത് കേട്ടിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകന്റെ മുന്നിൽ മനുഷ്യർ മെയ്വഴക്കം പോലെ നിന്ന് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ടെക്നോളജിയിലെ പുതിയ വേർഷൻസിനെ അല്ലെങ്കിൽ യൂട്യൂബിനെ അല്ലെങ്കിൽ വാട്സപ്പിനെ മോശമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായി സംഭവിച്ചത് ധർമ്മം സമൂഹത്തിൽ ചെലവഴിക്കേണ്ട എന്നെ പോലെയുള്ള ആളുകൾ ആധുനികതയുടെ ചുവരെഴുത്ത് വായിച്ച് ആ രൂപത്തിൽ പ്രതികരിക്കേണ്ടിടത്ത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അത് പരിഹരിക്കേണ്ടത്. ഇനി അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ TV തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. അത് കാര്യമില്ല. ഒരു പരിധി വരെ പറയാ. ഇപ്പോൾ അത് പറയുന്ന അവസ്ഥ കഴിഞ്ഞ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ജർമ്മൻ പിടിച്ചടക്കാൻ വേണ്ടി വന്നപ്പോൾ ജർമ്മൻ പത്രങ്ങൾ ചെകുത്താനോട് ഉപമിച്ചുകൊണ്ട് നെപ്പോളിയനെ കുറിച്ച് എഴുതിയതായി ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഫ്രാങ്ക്ഫർട്ട് പിടിച്ചടക്കി നെപ്പോളിയൻ. അപ്പോൾ പിന്നെ ജർമ്മൻ പത്രങ്ങൾ എഴുതിയത് ഇതാ ദൈവദൂതൻ പടിവാതിൽക്കൽ എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും നെപ്പോളിയനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം. എങ്ങനെ അയാളെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ്. നമ്മൾ വെറുതെ ആക്ഷേപം ചൊരിഞ്ഞിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിക്കണം. ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് പിശാചിന് സ്വരം, ആൾക്കൂട്ടം, ഇതെല്ലാം പിശാചിൻ്റെ മാധ്യമങ്ങളാണ്. എപ്പോഴും അവൻ അതിൽ കയറാൻ ശ്രമിക്കും. പ്രബോധകന്മാർ ഇൻ്റലിജൻ്റ് ആവണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ആ ഒരൊറ്റ ആയത്തും കൂടി ഓടി അവസാനിപ്പിക്കാം. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, തെറ്റായി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും മോശപ്പെട്ടവർ മാപ്പിള സമൂഹമാണ് എന്നത് കേരളത്തിൽ വേദനാജനകമാണ്. അള്ളാഹു കാക്കട്ടെ. എനിക്ക് ഒരു കാര്യം പറയാം. കള്ളന്മാർ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന കാലം, കുറ്റവാളികൾ രക്ഷപ്പെടുന്ന കാലം ഇന്നത്തെ കാലമാണ്. എന്തുകൊണ്ട്? പഴയ കാലത്ത് കുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയും. ഇന്ന് കുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയൂല. പഴയ കാലത്തെ കുറ്റം എന്താ? കള്ളുകൂടി.
നാട്ടിലൊരു കള്ളുകൂടിയൻ ഉണ്ടായാൽ പിറ്റേ വെള്ളിയാഴ്ച മുസ്ലിംക്ക് വന്നിട്ട് മെഹ്റാബിലെ നിന്നിട്ട് നല്ലൊരു വയലാട് പറയുക. കള്ളുടിയെ പറ്റി വയലാട് പറഞ്ഞാൽ മിന്നൽ ഒഴിയൂൻ, കണ്ണൊക്കെ ഒലിപ്പിച്ച് ഏകദേശം ആളുകൾ ഇത് പാടില്ല എന്ന് വിചാരിക്കും. കള്ളുകൂടിയൻ്റെ മനസ്സാന്തരം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. മാന്യമായി പറയാം. കാരണം കള്ളുകുടി എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകത്ത് എന്ന് വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ടോ? അക്കാലത്ത് കള്ളുകുടി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാടെ അടുത്ത് വികാരവും കൊണ്ട് പോകരുത് എന്ന് എങ്ങനെ പറയുക? കേരളത്തിലെ പ്രധാനപ്പെട്ട കൗൺസിലറുടെ അടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു കൗൺസിലിംഗ് നടത്തുന്നവർ, അയാൾ ആ സദസ്സിൽ ഇങ്ങനെ പ്രസംഗിച്ചു. എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു ഉമ്മാക്ക് നേരം വെളുത്തപ്പോൾ മിണ്ടുന്നില്ല, തുറച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, മിണ്ടൂല. കോഴിക്കോട് ജില്ലയിലെ ഒരു ഉമ്മ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അയാളുടെ അടുത്ത് പല ഡോക്ടർമാരടുത്തും കൊണ്ടുപോയിട്ടും രോഗം മാറിയില്ല. അങ്ങനെ ഈ സ്ത്രീയുടെ ആങ്ങളെ അടക്കം ഇയാളടുത്ത് കൊണ്ടുവന്നു. അപ്പം ഇയാൾ പല ശ്രമിച്ചിട്ടും ഈ സ്ത്രീക്ക് വായി കിട്ടുന്നില്ല, മിണ്ടാതെ തുറച്ചു നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്വേഷിച്ചു ഇവിടെ ആരൊക്കെ താമസം വരെ കൂടെ. അപ്പോൾ പറഞ്ഞ ഒരു മോനുമുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പ ഗൾഫിലാണ്. അപ്പം ഇയാൾ പിന്നെ തൽക്കാലം പറഞ്ഞയച്ചു, നമുക്ക് അടുത്തൊരു സിറ്റിങ് ചെയ്യാം, ഞാനൊന്നും കൂടി പഠിക്കട്ടെ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഇയാളെ മോനെ ചങ്ങാത്തം കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഇയാളെ മോൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ഒരു സ്കൂളിൽ പഠിക്കുന്ന മോന, +2 പഠിക്കുന്ന മോന, അതിൻ്റെ പരിസരത്ത് ഇയാൾ പോയി കാത്തുനിന്ന്. അങ്ങനെ മോൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവനെ കൂടെ കൂട്ടി ഒരു കഫയെ പോയി ഇരുന്ന് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വില്ലൻ ഇവനാണെന്ന് കണ്ടുപിടിച്ച്. എന്താ വില്ലത്തരം പറയാൻ പറ്റില്ല. മുത്ത റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജുലുൻ ലയഅ്തി ബിശഹ്വതിഹി അലാ ഉമ്മിഹി. ഒരാൾ തൻ്റെ വികാരം പൂർത്തീകരിക്കാൻ ഉമ്മാടെ അടുത്ത് പോകുന്ന കാലം വരും. അന്ന് നിങ്ങൾ ദജ്ജാലിനെ പ്രതീക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഉമ്മയും മോനും, +2 പഠിക്കുന്ന മോനും ഉമ്മയും മാത്രം താമസിക്കുന്ന വീട്, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വാതിൽ നിന്ന് എല്ലാ അഭിശബ്ദമായ സെക്സിനും വഴിപ്പെട്ടു പോയ കുഞ്ഞുമോൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം അവൻ അങ്ങനെ തോന്നിപ്പോയി. അവൻ ഉമ്മയെ അന്യൊരു പെണ്ണിനെ പോലെ നോക്കേണ്ട, ഉമ്മയുടെ മേൽ എന്തോ അരുതായ്മ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. ഉമ്മാക്കത് അചിന്തനീയായിരുന്നു. ശബ്ദം കൊണ്ട് പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ഇത്തരം അനവധി കേസ് എനിക്കറിയാം. അനവധി കേസ് പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അനവധി. TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടം തലശ്ശേരി മുതൽ കൊയിലാണ്ടി വരെയുള്ള എല്ലാ ഫോണുകളും പരിശോധിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദ്രശേഖരൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തലശ്ശേരി മുതൽ കൊയിലാണ്ടി വരെയും കോസ്റ്റൽ ഏരിയ മുതൽ നാദാപുരം കല്ലാച്ചി വരെയും ഉള്ള ഏകദേശം ഫോണുകളൊക്കെ പരിശോധിക്കാൻ തീരുമാനിച്ചു. ദീർഘമായ ഒരു പരിശോധനയിലും അവർക്ക് കൊലയാളികളെപ്പറ്റി വേണ്ടത്ര വിവരമൊന്നും കിട്ടിയില്ല. കാരണം കൊലയാളികൾ അത്ര സമർത്ഥരായിരുന്നു. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞ്, ഗ്രാസ് റൂട്ടിൽ നിങ്ങൾ പണിയെടുക്കണം, വയറിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ കോളുകൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഫോൺ കോളിൽ 25% ഞങ്ങൾ പുറത്തു വിട്ടാൽ അത്തരം ഏരിയയിലെ മുസ്ലിം വീടുകളിൽ ആയിരക്കണക്കിന് തൊലാക്കുകൾ സംഭവിക്കും. ഇതിൻ്റെ ബാക്കി എനിക്ക് പറയാൻ കഴിയില്ല. രാത്രി 9 മണി പുലർച്ചെ 4 മണിയുടെ ഇടയിൽ വാട്സപ്പിനെയും ഫോണിനെയും മൊബൈലിനെയും ദുരുപയോഗം ചെയ്തതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളുടെ സമൂഹം, നമ്മളിങ്ങനെ ഉപരിപ്ലവമായ പണി പലതും എടുക്കുന്നുണ്ട്. വയലിനെമ്പാടും ആളുണ്ട്. വയലിനെമ്പാടും ആൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ നന്നായി എന്നാണ്. പിറ്റേന്ന് അലീഷ ചിമ്നായി ഡാൻസ് എടുക്കാൻ വേണ്ടി വന്നാൽ അതിനേക്കാൾ ആളുകൾ അതിന് പോകും. ജനങ്ങൾക്ക് കൗതുകമാണ്. ജനങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കണം. വയൽ നടത്തുന്ന അതേ കൂട്ടർ ഗാനമേള നടത്തുന്ന കമ്മിറ്റിയെ എനിക്കറിയും.
അവർക്ക് അതാണ് പ്രശ്നം. അവർക്ക് ഈ കസേര കൂട്ടിയിടുന്നത് ഇഷ്ടമല്ല. കസേര കൂട്ടിയിടുന്ന കണ്ടാൽ അത് നേരത്തെ ഇടാനൊരു പരിപാടി ഉണ്ടാക്കണം. അതൊന്നിരിക്കൽ വാളുണ്ടാക്കും, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ടാക്കും, എന്തെങ്കിലും ഗാനമേള ഉണ്ടാക്കും, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാതെ പറ്റൂല. അത്രേ ഉള്ളൂ. ഈ ആൾക്കൂട്ടൊക്കെ കാണുമ്പോഴത്തിന് അൽമല്ലാക്കോ മസ്ജിദ് മേ സജദേ കി ഇജാസത് നാദാൻ യേ സമജ്താ ഹേ കേ ഇസ്ലാം ഹേ ആസാദ് എന്ന് പറയുന്നുണ്ട് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. പള്ളിയിലെ സുജൂദിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മുസ്ലിം ലോകം സ്വാതന്ത്ര്യത്തിൻ്റെ മധുരത്തിലാണെന്ന് മൊല്ലാക്ക ധരിച്ചു പോകുന്നു എന്ന് പറഞ്ഞതുപോലെയാ. പള്ളിയിൽ സുജൂദ് നടക്കുമ്പോഴത്തിന് ആ പാവം വിചാരിക്കുന്നത് നമ്മൾ മുസ്ലിമീങ്ങൾ സ്വതന്ത്രരാണ് എന്ന് ആ പച്ചസാധു ധരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കൂട്ടൊക്കെ കാണുമ്പോഴത്തിന് നമ്മൾ വിചാരിക്കേണ്ട ഗ്രാസ് റൂട്ട് പണിയെടുക്കൽ അത്യാവശ്യമാണ്. ഓരോരുത്തരും അവനവന്റെ താന്താങ്ങളിലേക്ക് മടങ്ങിയിട്ടാ പോകും. അതുകൊണ്ട് അധ്വാനിക്കൽ വളരെ അത്യാവശ്യമാണ്. ഇന്ന് സ്വകാര്യത്തില് ഒരാൾ ഇങ്ങനെ ആരോട് പറഞ്ഞ് എന്ത് പറഞ്ഞ് അറിയൂല. ഇന്ന് തമ്മിൽ അറിയൂല. നമ്മൾക്ക് ജനീവയിൽ സുഹൃത്തുണ്ടാവും, അയാൾ രാവിലെ അയാൾക്ക് വയറ്റുന്നു പോകാത്തത് നമ്മൾ അറിയും. എന്നാൽ നമ്മളെ അപ്പുറത്തെ കുഞ്ഞമ്മക്ക് മരിച്ച് നമ്മൾ അറിയില്ല. ഇതാണ് നമ്മുടെ ലോകം. ഇതാണ് നമ്മുടെ ലോകം. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലോകത്തെ എല്ലാ കാര്യവും നമുക്കറിയും, നമ്മളെ സ്വന്തം കാര്യം അറിയൂല. അതായത് അങ്ങനെ പഴയ കാലത്തൊക്കെ ഒരു മനുഷ്യൻ ഒറ്റക്ക്, എനിക്കറിയാം, നമ്മളെ പെണ്ണുങ്ങൾ രാത്രി പെണ്ണുങ്ങളെ മൂടക്കുപ്പായിട്ട് ഒരു മഹലിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതേ മഹലിലെ ബാപ്പാടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്ന പെണ്ണുങ്ങൾ രാത്രി പോകും. നമ്മളെ ഈ വാഹനങ്ങളൊന്നും ഇത്ര കിട്ടാത്ത കാലത്ത് എങ്ങനെ പോവാ? ഒരു മൂടക്കുപ്പായിടും, രാത്രി പോവും, എന്നിട്ട് കൊട പിടിക്കും, ഇങ്ങനെ പോവും. അതേ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ പെണ്ണിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഞങ്ങൾ ആലോചിക്കും, ഒരു മൊബൈലും പിടിച്ച് ഇങ്ങനെ, തട്ടൊന്നും ഉണ്ടാവില്ല, തട്ടൊക്കെ ഇവിടെ എവിടെയോ ഉണ്ടാവും, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ ആയിപ്പോയി സമൂഹം. ഈ സമൂഹത്തെ നേരായ വഴി കൊണ്ടുവരണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് ഒരു ഭാഷ കൊണ്ടോ ഒരു പ്രഭാഷണം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന സംഗതിയല്ല. അണ്ണാരക്കണ്ണനും തന്നാലാവുന്നത്. നമുക്കൊരു നല്ല ശുദ്ധമായ നേതൃത്വമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് പറഞ്ഞത് വിലപ്പെട്ട വാക്കുകളാണ്. നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് കുടുംബം, അള്ളാഹുവരുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. അവർ നന്മക്കല്ലാതെ ഇന്നുവരെ ഒരു തിന്മയുടെ കൂടെ നിന്നിട്ടില്ല. അള്ളാഹു അവരുടെ കൂടെ മരണം വരെ നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ ഒരു നേതൃത്വത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏതൊരു ജനതയെക്കാളും അനുഗ്രഹീതരാണ് നമ്മൾ. ഉദാത്തമായ നേതൃത്വമുള്ളവരാണ്. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ഇസ്സത്ത് നൽകട്ടെ. എന്തും നമ്മൾക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് രാവിലെ സുബഹ് നിസ്കരിച്ചത് ഞങ്ങൾ കൂടെ ആ പാണക്കാട്ട്. പിന്നെ ഞാൻ ഹൈദർ ഷിഹാബ് ഞങ്ങളെ പോയി കണ്ട് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ ഇന്ന് സുബഹിക്ക് തങ്ങളെ പോയി കണ്ടിരുന്നു. റോഹിംഗ്യയിൽ നിന്ന്, ബർമ്മയിൽ നിന്ന് 130,000 അഭയാർത്ഥികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. സഹായം എത്തിക്കുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളാണ്. എന്നാൽ അവർ ജീവിക്കുന്നിടത്ത് മുഴുവൻ മുസ്ലിമീങ്ങളുണ്ട്. സഹായം കേരളത്തിൽ നിന്നാണ് പോകുന്നത്. എന്തുകൊണ്ട്? ബോധമുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിൽ, നേതൃത്വമുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഈ നേതൃത്വത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ആരൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നേരായ വഴിക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചൊരിയട്ടെ. ഈ രാജ്യത്ത്, നമ്മുടെ ഈ രാജ്യം UAE പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ നേതാവിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ആ കാര്യം ചർച്ച ചെയ്തിരുന്നു. എൻ്റെ നേതാവിന് വേണ്ടി ഒരൊറ്റ വാക്ക് ഞാനത് പറയുന്നു. ഈ രാജ്യം വളരെ വേദനിക്കുന്ന ഒരു സമയമാണിത്. 45 ശുഹദാക്കൾ നന്മയുടെ മാർഗത്തിൽ ജീവാർപ്പണം ചെയ്ത അമറാഠികൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. 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 ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖലീഫക്കും അവരുടെ അനുജൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അടക്കമുള്ള ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു കരുത്തും ഇസ്സത്തും നൽകട്ടെ. ശത്രുവിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ.
അമറാത്തിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അമറാത്തിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. തങ്ങൾ ഈ സദസ്സിൽ ശുഹദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും അറിയിച്ച് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.